ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഓർമ്മകൾ തെരഞ്ഞെടുക്കാൻ മാത്രമല്ല, അത് തെരഞ്ഞെടുക്കാൻ കാരണമായ സ്ഥലവും ആളുകൾ മറക്കില്ലാന്ന്. അവിടെ വെച്ചാണ് ഞാൻ ആ കാര്യം ഓർത്തത്, അല്ലെങ്കിൽ അവിടെ വെച്ചാണ് എനിക്ക് ആ പഴയ കാര്യം കിട്ടിയത് എന്നവർ ഓർക്കും. എന്താ മോളെ ഇത്? അച്ഛൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പൊ മുഴുവൻ സമയം അമ്മയെ കുറിച്ചാണോ ചിന്ത? അതൊന്നും അല്ല അച്ഛാ, ഞാനത് വെറുതെ ആലോചിച്ചിട്ട് എന്താ. ഓ ഹലോ നവീൻ. ഹലോ സർ, നമ്മൾ തമ്മിൽ ഡീൽ ചെയ്ത പ്രോപ്പർട്ടി ഇല്ലേ, അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക. വിലയ്ക്ക് വാങ്ങി കാശും തന്നിട്ട് എഴുതി ഒപ്പിട്ട് തന്നല്ലേ ഞാൻ. പിന്നെ എന്തിനാടോ താൻ എന്നോട് ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കുന്നേ? ഇനി അത് തന്റെ സ്ഥലമല്ലേ? ഏയ്, അങ്ങനെ ഒരു വേർതിരിവൊന്നും വേണ്ട സർ. സാറിൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ സാറിനെ മുൻനിർത്തിയല്ലേ ഞാനത് ആലോചിക്കത്തുള്ളൂ. ആ, ബുദ്ധിയുള്ള ബിസിനസ്സുകാരൊക്കെ അങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ട് വേണമല്ലോ. അക്കാര്യത്തിൽ താൻ പേടിക്കണ്ടോ? ഞാൻ മാത്രമല്ല, ഒരു നാട് മുഴുവൻ തൻ്റെ കൂടെ നിൽക്കും. സർ, ഞാനവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫാം ടൂറിസമാണ്. അതൊരു വൈൽഡ് സ്കെയിലിൽ ചെയ്യാനാണ് ധാരണ. സാറിൻ്റെ അഭിപ്രായം എന്താ? ഓ നവീനെ, ഞാനൊരു ബിസിനസ്സുകാരനൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഫാം ടൂറിസം പോലുള്ള ഏരിയ എനിക്ക് വഴങ്ങാത്തതാ. പക്ഷേ എൻ്റെ കൂടെ ഒരാളുണ്ട്. ആ ആൾക്ക് ഇതിൽ കൊള്ളാവുന്നൊരു പരിജ്ഞാനം ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതാരാ സർ? ആ നാട്ടിലുള്ള ആളാണോ? എനിക്ക് അയാളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ ഫോൺ കൊടുക്കാം. ആ, അപ്പോൾ ആള് സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടോ? ഉണ്ടോ, എൻ്റെ മോള് കൃഷ്ണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. ഓ കൃഷ്ണ, ഞാനെന്നാ ഫോൺ കൊടുക്കാം, താൻ സംസാരിക്കേ. നമ്മളെ സംസാരിക്കേ, അയാൾക്ക് ഉപകാരപ്പെടുന്ന എന്തോ കാര്യ. ഹലോ. ഹായ് കൃഷ്ണ. എടോ, സ്ട്രേറ്റ് മാറ്റിലേക്ക് വരാം. ഞാനവിടെ വാങ്ങിയ സ്ഥലത്ത് ഒരു ഫാം ടൂറിസമാണ് ലക്ഷ്യമുള്ളത്. തനിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ? ഞാൻ പറയുന്ന ഐഡിയകളൊന്നും നവീൻ സാറിന് കണക്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയാം. ഈ ഫാം ടൂറിസം എന്ന് പറഞ്ഞ് ലക്ഷ്യം വെക്കുന്നത് ഈ ഫാമിലികളെയൊക്കെ ആണല്ലോ. ഒരു 90% അങ്ങനെ തന്നെ ആയിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫാമിലിക്കകത്ത് നിന്ന് ചിന്തിക്കണം സർ. ആദ്യം ഒരു ഫാമിലിയെ പല തട്ടുകളായിട്ട് വിഭജിക്കണം. കുട്ടികള്, മുതിർന്നവര്, വയസ്സായവര്. എന്നിട്ട് അവരിൽ ഓരോ വിഭാഗത്തിനും എന്തൊക്കെയാണോ വേണ്ടത് അത് അറേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കണം. ആ, പിന്നെ ഈ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന കുറെ ഗെയിംസ് ഇല്ലേ, ഇപ്പോഴുള്ളവർക്ക് അതങ്ങനെ പരിചയമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാവുന്നതാ നല്ലത്. അപ്പൊ ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ, പിന്നെ സാർ ഒരു കാര്യം കൂടി ചെയ്യണം. പ്രായമായവർക്ക് ഒത്തുകൂടാനും അവരിൽ പലരും മറന്നുപോയ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ അവസരം ഉണ്ടാവണം. അതവർക്കൊരു നൊസ്റ്റാൾജിക് മൊമെന്റ് സമ്മാനിക്കും. ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഓർമ്മകൾ തെരഞ്ഞെടുക്കാൻ മാത്രമല്ല, അത് തെരഞ്ഞെടുക്കാൻ കാരണമായ സ്ഥലവും ആളുകൾ മറക്കില്ലാന്ന്. അവിടെ വെച്ചാണ് ഞാൻ ആ കാര്യം ഓർത്തത്, അല്ലെങ്കിൽ അവിടെ വെച്ചാണ് എനിക്ക് ആ പഴയ കാര്യം കിട്ടിയത് എന്നവർ ഓർക്കും. അതെ സർ. അപ്പൊ വന്നു പോയവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി അങ്ങോട്ട് വരണമെന്ന് തോന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ വൈഫ് ഗാഥ മുൻപൊരു ഗവൺമെന്റ് പ്രൊജക്ടിന് വേണ്ടി ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഏകദേശം ഇതുപോലെ തന്നെയാ അത്. അതെങ്ങനെയാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഐഡിയാസ്? ഇതൊക്കെ വായിച്ചും കേട്ടുള്ള അറിവല്ലേ സർ? ഞാൻ വായിക്കുന്നത്
സാറിന്റെ ഭാര്യയും വായിച്ചുവിടുന്നില്ലല്ലോ, തിരിച്ചു ആവാം. ഓക്കെ, തൻ്റെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ താൻ ഫോൺ അച്ഛൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുക. അച്ഛാ. ആ ഹലോ നവീൻ. സാറേ, കറക്റ്റ് ആളെ സാർ കൂട്ടിമുട്ടിച്ചത്. കൃഷ്ണയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവാണല്ലോ. പിന്നെ താൻ എന്താ ചിന്തിച്ചേ? മകളെ കുറിച്ച് അച്ഛൻ ചുമ്മാ ഓരോന്ന് പറയുന്നതാണെന്നോ? അതെ സാർ, ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് കുറേ നല്ല നല്ല ഐഡിയാസ് ഒക്കെ പറഞ്ഞു. ഞാൻ കൃഷ്ണയോട് തന്നെ പറയായിരുന്നു, ഒന്നിച്ചൊന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിനെന്താ, സൗകര്യം പോലെ താൻ ഇറങ്ങിക്കോ, നമുക്ക് വീട്ടിലിരിക്കാം. താങ്ക് യു സാർ. കൃഷ്ണനോട് പറഞ്ഞേക്ക്. ഓക്കെ. നവീന് നല്ല മതിപ്പാണല്ലോ മോളുടെ ഐഡിയാസിനെ കുറിച്ചൊക്കെ. പെട്ടെന്ന് അച്ഛൻ ഫോൺ തന്നപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാ ഇനി ചുമ്മാ നിൽക്കണ്ട, അയാൾ വരും. ഒന്നിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ആവശ്യത്തിന് പറ്റിയ കുറേ ഐഡിയാസ് ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ. ആ പിന്നൊരു കാര്യം, അച്ഛനൊരു ബിസിനസ്സുകാരനാണ്. കൂടുതൽ ലാഭകരമായ എന്തെങ്കിലും ഐഡിയാസ് വരികയാണെങ്കിൽ ആദ്യം അച്ഛനോട് ഡിസ്കസ് ചെയ്യണം. ഒരു കച്ചവടക്കാരന്റെ മനസ്സാണ്. ശരി. വാ മോളെ. അമ്മ അവളെവിടെ? അവളകത്തുണ്ട്. എന്തേ, ഇന്ന് ഓട്ടോ ഒന്നും ഇല്ലേ? അല്ല, ഓട്ടോ ഉണ്ട്, പോകുന്ന വഴിയാ. അവളൊന്ന് കാണണം. ആ അല്ല, നീ ഇങ്ങോട്ടേ പോന്നേ? ഞാനേ ഗോപാലമ്മയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കായിരുന്നു. എടി, നീ എന്റെ കൂടെ വരുന്നോ? എങ്ങോട്ട്? ഞാനേ ഒരു സ്ഥലം വരെ പോവാ. നമ്മുടെ അങ്ങാടിയിലെ സേവ്യർ മാഷേ കുറച്ച് കാശ് തന്ന് വിട്ടിട്ടുണ്ട്. അത് മാഷിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. നീ ചുമ്മാ വണ്ടിയിലിരുന്നോ, നമുക്ക് പോയിട്ട് വരാം. അയ്യോ, ഞാനില്ല. ഹാ എടി, പോകുന്ന സ്ഥലത്തെ ഒരു അതിശയുണ്ട്. അതൊന്നും നിനക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാ. അതെന്താടി അതിശയം? നീ പരുന്തും പാറാന്ന് കേട്ടിട്ടുണ്ടോ? പരുന്തും പാറാന്ന് പറഞ്ഞാലേ ഈ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ പാറയാ. അതിന്റെ മുകളിൽ കയറി നിന്നാലേ ഒരു വശത്ത് തമിഴ്നാടും മറുവശത്ത് കേരളവും കാണാം. മൂടൽമഞ്ഞൊന്നുമില്ലാത്ത സമയാണെങ്കിലേ കാണാൻ നല്ല രസമാണ് മോളെ. എന്നെ കൂടെ കൂട്ടാൻ വേണ്ടി അവൾ ഓരോ കഥയും പറഞ്ഞോണ്ട് വരിക. ആ, നീ ഒരു കാര്യം ചെയ്, അനിയൻ സാറിനോട് പരുന്തുംപാറയെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്ക്. അപ്പ പറയും. ആ പിന്നെ അവിടെ വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. അതെന്താ മോളെ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. പണ്ട് ആയില്യംകാവ് എന്നുള്ളൊരു വലിയ മനയുണ്ടായിരുന്നു. ഈ നാഗാരാധനയിലൊക്കെ വളരെ പ്രശസ്തരായ ആളുകൾ ഉണ്ടായിരുന്ന മനയാ. അവർക്കേ കുറേ ശത്രുക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ ശത്രുക്കളെല്ലാം കൂടി പടയെടുത്ത് ഈ കുടുംബത്തെ കൊല്ലാനെത്തി.